ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ബാക്ക് സൈഡ് കണ്ടോ, എന്താ വ്യൂ അറിയാം, സൂപ്പർ വ്യൂ, കിടിലൻ വ്യൂ എന്ന് പറയല്ലേ, അതുപോലത്തെ വ്യൂ ആണ് ബാക്ക് സൈഡ്. എങ്ങനെയുണ്ട്? പക്ഷെ ഇവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, നോക്കണം. അപ്പം വ്യൂ അടിപൊളിയല്ലേ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നീ എന്താ ചെയ്യുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോടെ ചെയ്യും. നിന്നെ വരട്ടെ, കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങനെ പിടിച്ചോ, കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ, ഒരു വണ്ടിയല്ല പല വണ്ടിയും, ഏത് വണ്ടിയാണെങ്കിലും ഓവർടേക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ സമയത്താണ് ഓവർടേക്ക് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട, പോവാം. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ, ഹൈവേയിലാണെങ്കിലും പോക്കറ്റ് റോഡാണെങ്കിലും എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഒന്നാണ്. എന്താണെന്നറിയോ? ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വളവില്ല സ്ഥലത്ത് ഒന്നാമത് ചെയ്യരുത്. ഓക്കെ, വളവില്ല സ്ഥലത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വളവ്, കുറെ വളവ് വരുമല്ലോ, ഭയങ്കര വലിയൊരു വളവിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഓവർടേക്ക് ചെയ്യാം. ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് വണ്ടിയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്. ചിലപ്പം ഒരു സ്കൂട്ടി ആവാം, അല്ലെങ്കിൽ ഒരു ബൈക്ക് ആവാം, അല്ലെങ്കിൽ റിക്ഷ ആവാം, അല്ലെങ്കിൽ കാറെല്ലാം നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? എന്തായിട്ടാവട്ടെ, സ്ലോയിൽ പോകുന്ന കാറുണ്ടല്ലോ. അപ്പൊ കാറ്, ബസ്, ലോറി, അങ്ങനെ എന്തൊക്കെ. അപ്പൊ അത് നോക്കാം, നിങ്ങൾ ഏതാണോ വണ്ടി നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വീതി നീളമൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ അത് നമുക്ക് വേറെ വണ്ടി വരുന്നതിന് മുന്നേ നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് മനസ്സിനുള്ളിൽ ചിന്തിക്കാം. ഓക്കെ, ചിന്തിച്ചിട്ട് നല്ല നേരെയുള്ള സ്ഥലം നോക്കിയിട്ടാകുമ്പോഴത്തേക്കിന് വണ്ടി ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓവർടേക്ക് ചെയ്യാം. അല്ലാതെ ഉണ്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്. പിന്നെ അത് മാത്രമല്ല, ഈ നേരെയുള്ള സ്ഥലത്തും ചെറിയൊരു ഇങ്ങനെ കുന്നുപോലെ ഉണ്ടാവുന്ന സ്ഥലമുണ്ട്. കാരണം ഇത് പറയാൻ കാരണം അറിയാം, എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി അങ്ങനെയുള്ള സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഈ കുന്ന് കയറുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മുന്നിൽ വരുന്ന വണ്ടി ഒരിക്കലും മനസ്സിലാവില്ല. അടുത്തെത്തിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ, ദൂരം എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തത്ര ദൂരെയാണ്, നന്ന ദൂരെയല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആവും സ്വാഭാവികമായിട്ട്. അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ സ്ട്രെയിറ്റ് ആണ്, റോഡ് നല്ല സ്ട്രെയിറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ചെറിയൊരു ഹൈറ്റുള്ള സ്ഥലം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഓവർടേക്കും ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. കഴിയുന്നതും അങ്ങനെ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പം മുന്നിലുള്ള വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നിട്ട് ഹോൺ അടിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കൈകൊണ്ട് സിഗ്നൽ കാണിക്കുന്നുണ്ടാവാം. പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും അങ്ങനെയാണ്. എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി അങ്ങനെയൊരു സ്ഥലമുണ്ട്, നല്ല സ്ട്രൈറ്റ് വഴിയാണ്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലം വരുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പിന്നെ വളവില്ല സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്. വളക്കുമ്പോൾ നിങ്ങൾ ഹോൺ അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെ എന്താ പറയുക, മറ്റേ വണ്ടി വരുന്ന വണ്ടിക്ക് നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സിഗ്നലാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാം, ഒരു പ്രശ്നമില്ലാതെ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ടുള്ള ദിവസം വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.